വി ശിവൻകുട്ടി നേരത്തെ അജിംസ് പറഞ്ഞതുപോലെ ഈ മന്ത്രിസഭയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് തിളക്കത്തോടെ നിൽക്കുന്ന മന്ത്രിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം വിവാദങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു മാത്രമല്ല, അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ പലതും വലിയ തോതിൽ കയ്യടി കിട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് PR എക്സസൈസ് ഒന്നും ഇല്ലാതെ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് അദ്ദേഹത്തിന് ഒരു പെനട്രേഷൻ ഉണ്ടാക്കാൻ കഴിയുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വിജയമാണ്. തുടക്കത്തിൽ നമ്മളെപ്പോഴും വി ശിവൻകുട്ടി എന്ന് പറഞ്ഞ നേതാവ് മത്സരിക്കുമ്പോഴും മന്ത്രിയായി വരുമ്പോഴുള്ള ആൾക്കാരുടെ മനസ്സിലുള്ളത് നിയമസഭയിലെ ആ പഴയ ബഹളത്തിൻ്റെ കാലമാണ്. പക്ഷേ ആ മെമ്മറി അല്ല ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾക്കുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചേഞ്ചാണ്. മുൻപ് അദ്ദേഹം വലിയ എന്താ പറയുന്നത് അലമ്പുണ്ടാക്കുന്ന ഒരാൾ നിയമസഭയിലെന്ന് അദ്ദേഹത്തെക്കുറിച്ച് ആക്ഷേപിക്കാൻ അദ്ദേഹത്തിന് എതിരാളികൾ ശ്രമിച്ചുവെങ്കിൽ ഇന്ന് ആ വാക്ക് പറഞ്ഞാൽ ലേശാത്ത നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പഥത്തിൽ അദ്ദേഹം മുന്നോട്ട് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അവതരിപ്പിക്കുന്ന പല കാര്യങ്ങളും, ഒന്നാമത്തെ കാര്യം അദ്ദേഹം സംസാരിക്കുകയും അഭിപ്രായപ്പെടുകയും ചെയ്യുന്ന പല കാര്യങ്ങളും കുട്ടികളുടെ ഇമോഷനുമായി ബന്ധപ്പെട്ടതും കുട്ടികൾ ആഗ്രഹിക്കുന്നതും. അത് കുട്ടികളുടെ രണ്ടാമത്തെ വീടാണ് സ്കൂളെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ വീട്ടിനേക്കാൾ കൂടുതൽ സമയം ലൈവായിട്ട് അല്ലെങ്കിൽ ഉണർന്നവരിയ്ക്കുന്നത് സ്കൂളിലാണ്. ആ സ്കൂൾ അവർ അത്രയും വെൽക്കമിങ് ആയിരിക്കണം, അത്രയും സന്തോഷദായകമായിരിക്കണം, അത്രയും ക്രിയേറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ അത്തരം സാധ്യതകളിലേക്ക് സ്കൂളിനെയും വിദ്യാഭ്യാസ കാലത്തെയും കൊണ്ടുപോകാൻ ചിന്തിക്കുന്ന ഒരാൾ, അതിൽ കുട്ടികളുടെ ഇമോഷൻസും അവരുടെ മൈൻഡും വായിക്കാൻ കഴിയുന്ന ഒരാൾ, അത് ഭയങ്കര സംഗതിയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ശരിയാണ്. നമുക്ക് വിദ്യാഭ്യാസ ചട്ടം, ശാസ്ത്രീയമായ പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നാം രൂപീകരിച്ചിരിക്കുന്ന കരിക്കുലം പ്ലാനൊക്കെ ഉള്ളപ്പോൾ തന്നെ കുറച്ചുകൂടി കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി. നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയെക്കുറിച്ച് ഇപ്പോഴും വലിയ വിമർശനം പല കേന്ദ്രങ്ങളിലുണ്ട്. ഇങ്ങനെയാണോ പഠിപ്പിക്കേണ്ടത്, ഇങ്ങനെയാണോ? പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള വിദ്യാഭ്യാസമാണല്ലോ. നമ്മുടെ വിദ്യാഭ്യാസ ശൈലി ആധുനികമാണോ, പുതിയ ചുവരെഴുത്ത് വായിക്കുന്നതാണെന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് ഇദ്ദേഹം നിരന്തരമായി നിങ്ങൾ പുസ്തകം വായിക്കൂ, ഗ്രേസ് മാർക്ക് തരാം, നിങ്ങൾ അവധിയുള്ള ദിവസങ്ങളിൽ, നിങ്ങളുടെ ആഘോഷ ദിവസങ്ങളിൽ നിങ്ങൾ കളർ ഉടുപ്പിട്ടാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ വേറെ പല കാര്യങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ ഗവർണർ എന്ന് പറയുന്ന ആളുടെ അധികാരം എന്താണ്? സ്കൂളിൽ പഠിപ്പിക്കാൻ പോകണമെന്ന് പറയുന്നു. കാരണം ഗവർണർമാരെല്ലാം അവിടെ കയറി നമ്മുടെ തലയ്ക്ക് മേളിൽ കയറിയിരുന്ന് വലിയ അഭ്യാസം കാണിക്കുന്ന കാലത്ത് ഗവർണർ വലിയ സംഭവമൊന്നും അല്ല എന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരാൾ ഗവർണറുടെ ഓഫീസിൽ പോയിട്ട് ഇവിടെ ഈ കാവിക്കുഴി പിടിച്ച് നിൽക്കുന്ന സ്ത്രീയുടെ മുമ്പിൽ നിൽക്കുക, എന്നെ കിട്ടില്ല എന്ന് പുറത്തിറങ്ങി വന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ കയ്യടി വാങ്ങിക്കുന്ന ഒരാൾ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ആ നിലയ്ക്ക് എന്താ പറയുന്നത് ഒരു 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 മന്ത്രി എന്ന നിലയ്ക്ക് ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ വലിയ വിമർശനം അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾക്കില്ല. അപ്പോൾ ഒരു പേരൻ്റ് എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നൊരു കാര്യം, കുഞ്ഞുങ്ങളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ 9ാം ക്ലാസ്സുകാരിയായ കുട്ടി ആക്രമിക്കപ്പെടുന്നല്ലോ രണ്ടാം അച്ഛനാൽ. അവിടെ അദ്ദേഹം ചെല്ലുന്നു, ആ കുട്ടിയെ ചേർത്ത് പിടിക്കുന്നു, അവരെ കേൾക്കുന്നു, അവരുടെ കാര്യങ്ങൾ പറയുന്നു. നമ്മൾ ആലപ്പുഴയിലെ ഒരു സ്കൂളിൻ്റെ ഒരു പോർഷൻ തകർന്നു വീണപ്പോൾ അവിടേക്ക് കയറി ചെല്ലാൻ നമ്മുടെ റിപ്പോർട്ടർ ശ്രമിക്കുമ്പോൾ CPM-മാരായിട്ടുള്ള അവിടുത്തെ പ്രാദേശിക നേതാക്കളെല്ലാം തടഞ്ഞു വയ്ക്കുകയാണ്. ഇവിടെ ആരും കയറേണ്ട. കാരണം എന്താണ്? സ്കൂളിൽ എന്താണ് സംഭവിച്ചെന്നുള്ള വിവരം പുറത്ത് വന്നാൽ അത് സർക്കാരിനും ആ സ്കൂൾ അഡ്മിനിസ്ട്രേഷനും എല്ലാം ഡാമേജ് ആവും. അപ്പോൾ അതുകൊണ്ട് അവർ തടഞ്ഞു വയ്ക്കുകയാണ്. പക്ഷേ നമ്മൾ മന്ത്രി വി ശിവൻകുട്ടിയോട് അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം അവിടുത്തെ പ്രാദേശിക CPM-മാരുടെ നടപടിയെ പിന്തുണയ്ക്കുകയല്ലായിരുന്നു. സ്കൂളിൽ എല്ലാവർക്കും കയറാനുള്ള റൈറ്റ് ഉണ്ട്, അവിടെ എന്താണ് നടന്നതെന്ന് അറിയാനുള്ള അവകാശം മാധ്യമപ്രവർത്തകർക്കുണ്ട്, അത് തടയാൻ പാടില്ല, അതെന്താണ് നടന്നത് എന്ന് ഞാൻ അന്വേഷിക്കുമെന്ന് അദ്ദേഹം പറയാണ്. സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ ബസ്സിൽ കുട്ടികളോട് നിങ്ങൾ മോശമായിട്ട് പെരുമാറിയാൽ നിങ്ങൾ ബസ്സിൻ്റെ പെർമിറ്റ് റദ്ദാക്കി കളയുമെന്ന് പ്രഖ്യാപിക്കുന്ന ആൾ ശരിക്കും കുട്ടികൾ ദൈനംദിനം അനുഭവിക്കുന്ന പ്രശ്നത്തെ അഡ്രസ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, പൊതുമേഖല എന്ന് പറഞ്ഞാൽ പിഴവില്ലാത്ത ഒരു സംവിധാനമാക്കി അതിനെ മാറ്റുക സാധ്യമല്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു സങ്കീർണമായ കോംപ്ലക്സ് പോപ്പുലേഷനാണ്, വലിയ പോപ്പുലേഷനാണ്. എന്നാൽ അതിനകത്ത് ഏറ്റവും നന്നായി ആർക്കൊക്കെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന ക്വസ്റ്റ്യനാണ് പ്രധാനപ്പെട്ട ചോദ്യം തോന്നുന്നു. അതിൽ ശിവൻകുട്ടി ഒരുപാട് ദൂരം മുന്നോട്ട് പോകുന്നു. അദ്ദേഹം പുതിയ സാധ്യതകളെ മനസ്സിലാക്കുന്നു. ഗ്രേസ് മാർക്കിനെ കുറിച്ച് ഈ പറയുന്ന വിമർശനം ഉള്ളപ്പോൾ തന്നെ വിദ്യാഭ്യാസം ഒരു സമ്പൂർണ്ണമായ പരിപാടിയാണ്, അല്ലാതെ ഇത് മാത്രമല്ല, ടെക്സ്റ്റും ക്ലാസ് റൂമും മാത്രമല്ല. അപ്പോൾ നിങ്ങളെ ഏതൊക്കെ നിലയ്ക്ക് നിങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും? വായനയിലൂടെ നിങ്ങളെ മറ്റ് ക്രിയേറ്റീവ് പ്രോഗ്രാമുകളിലൊക്കെ അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ. കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം, അത് വലിയ പ്രശ്നമാണ്. കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന, വീട്ടിനകത്തുള്ളപ്പോൾ തന്നെ അനുഭവിക്കുന്ന അനാഥത്വം. പിന്നെ ഇപ്പോൾ ടീച്ചർമാർക്ക് ടീച്ചേഴ്സിൻ്റെ അസോസിയേഷനുമായിട്ട് ചേർന്ന് ഒരു വർഷത്തിൽ പ്രത്യേക ഡ്രൈവ് നടത്താൻ പോകുന്നു. എങ്ങനെ പുതിയ സംഗതികൾ അഡാപ്റ്റ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആവാം, നിങ്ങൾ പുതിയ ആധുനികമാകാം നിങ്ങളുടെ അധ്യയന രീതി, കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധമെന്ന്. അപ്പോൾ അതിനൊക്കെ പരിപാടി നടത്തുക എന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് ചില പ്രശ്നങ്ങളുണ്ട്, ചില ഗ്യാപ്പ് ഏരിയാസ് ഉണ്ട്. അത് ഫില്ല് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, എല്ലാവരുടെയും ഇമോഷൻസിനെ മനസ്സിലാക്കുന്ന ഒരാൾ. പൊളിറ്റിക്സ് സംസാരിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായപ്പോൾ ഏറ്റവും കർശനമായ ഭാഷയിൽ സുരേഷ് ഗോപിയുടെ കള്ളത്തരത്തെ തുറന്നു കാണിക്കാൻ അത്രയും ഒരു CPM-ൻ്റെ പോലും വേറെ നേതാവ് നമ്മൾ കണ്ടില്ല. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അത് ഞാൻ പറഞ്ഞ ആളുകൾ ശിവൻകുട്ടിയാണെന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ആ സ്നേഹവിളി ഉണ്ടായത് എവിടെ നിന്നറിയോ? ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടാണ്. അപ്പോൾ ഒരു അധികാരം കിട്ടുമ്പോൾ അതിനെ എങ്ങനെ പ്രയോഗിക്കണം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കി വന്ന ഒരാളുടെ ഒരു സംഗതിയാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹം ആ നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും വിസിബിലിറ്റി ഉള്ള മന്ത്രിയാണ്, ഏറ്റവും സ്വീകാര്യതയുള്ള മന്ത്രിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ആൾക്കാർ ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞ് കാണുന്നു. അതിനകത്ത് തുടർച്ച ഉണ്ടാക്കാൻ കഴിയട്ടെ എന്നാണ് ഞാൻ പറയാം.